കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന്റെ ലൈൻ കട്ട് എന്ന പ്രോഗ്രാമിന്റെ അനീഷിന്റെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ പുറത്തു വന്നിരുന്നു. അതിൽ അനീഷ് ഓഡിഷൻ ടൈമിൽ പറഞ്ഞ ഒരു കാര്യം ആങ്കർ ചോദിക്കുന്നുണ്ടായിരുന്നു. ചോദിച്ചത് ഇപ്രകാരമായിരുന്നു: അനീഷ് ഓഡിഷൻ ടൈമിൽ എന്നോട് കുറെ തർക്കിച്ച കാര്യം ഓർമ്മയുണ്ടോ? അപ്പോൾ അനീഷ് പറയുകയാണ്, ഒരുപാട് കാര്യങ്ങൾക്ക് തർക്കിച്ചിരുന്നു, അതുകൊണ്ട് ഏത് കാര്യമാണെന്ന് ഓർമ്മയില്ല. അനീഷിന്റെ ഒരു സ്ത്രീവിരോധം, സ്ത്രീകളോട് അനീഷിന് ഇഷ്ടമല്ല, എന്നോട് 6 മാസം എന്തിന് സ്ത്രീകൾക്ക് മെറ്റേണിറ്റി കൊടുക്കുന്നു, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് തർക്കിച്ചിരുന്നു. ഓഡിഷൻ ടൈമിൽ അനീഷ് പറഞ്ഞത്, എനിക്ക് അകത്ത് ചെന്ന് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരുപാട് കൺസിഡറേഷനെ കൊണ്ടും പരിഗണനയെ പറ്റിയും സംസാരിക്കണം, അനീഷിന്റെ മനസ്സിൽ എങ്ങനെ ഈ സ്ത്രീവിരോധം വന്നുവെന്ന് ജനങ്ങളോട് അവയർനെസ് കൊടുക്കണം, ഇതൊക്കെ പറഞ്ഞിട്ടാണ് അനീഷ് അകത്തോട്ട് കയറിയത്. പക്ഷെ ഇതൊന്നും അകത്ത് കണ്ടില്ലല്ലോ എന്ന് ആങ്കർ ചോദിക്കുമ്പോൾ അനീഷ് പറയുകയാണ്, മെറ്റേണിറ്റിയുടെ കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞത് കറക്റ്റാണ്, പക്ഷെ ചില കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആങ്കർ ചോദിക്കുകയാണ്, ഇപ്പോഴും അനീഷ് അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? എന്തിനാണ് 6 മാസം മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നതെന്നതിൽ? അപ്പോൾ അനീഷ് പറയുകയാണ്, അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഉടനെ ആങ്കർ, എന്തുകൊണ്ടാണ് അനീഷിന്റെ വേർഷനാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അനീഷ് പറയുകയാണ്, മെറ്റേണിറ്റി ലീവ് 6 മാസം കൊടുക്കുന്നത് പലപ്പോഴും ഒരു പ്രിവിലേജായി സ്ത്രീകൾ എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉടനെ ആങ്കർ ഇടയിൽ കയറി പറഞ്ഞു, സ്ത്രീകളുടെ പ്രിവിലേജ് ആണ്, സ്ത്രീകളാണ് പ്രസവിക്കുന്നത്. അപ്പോൾ അനീഷ് മറുപടിയായി പറയുകയാണ്, സ്ത്രീകൾക്ക് 6 മാസം കൊടുക്കുന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്കും എന്ന് പറയുമ്പോൾ ആങ്കർ അതിന്റെ ഇടയിൽ കയറി പറഞ്ഞു, അങ്ങനെയല്ല, പുരുഷന്മാർക്ക് കൊടുക്കരുതെന്ന് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. പുരുഷന്മാർക്ക് 6 മാസമോ 1 വർഷമോ കൊടുക്കാം, അതിനെപ്പറ്റി എനിക്ക് യാതൊരു എതിരുമില്ല. പക്ഷെ അനീഷ് പറഞ്ഞത് സ്ത്രീകൾക്ക് കൊടുക്കുന്നത് അവർക്ക് കിട്ടുന്ന അൺവാണ്ടഡ് പ്രിവിലേജ് ആണെന്നാണ്. അതിന് അനീഷിന്റെ മറുപടി കേൾക്കാൻ ആങ്കർ കാത്തു നിൽക്കുന്നില്ല. അതിനുശേഷം ആങ്കർ അതിനെപ്പറ്റി തുടർന്ന് അനീഷിനോട് സംസാരിക്കുന്നില്ല. തുടർന്ന് മറ്റു പല വിഷയങ്ങളുമാണ് അവർ സംസാരിക്കുന്നത്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്താണ് അനീഷ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഡെലിവറി കഴിഞ്ഞ് സ്ത്രീകൾ പിറ്റേ ദിവസം മുതൽ ജോലിക്ക് പോയി തുടങ്ങണമെന്നാണോ? അനീഷ് പറയുന്നത് പോലെ മെറ്റേണിറ്റി ലീവ് എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ അൺവാണ്ടഡ് പ്രിവിലേജ് ആവുക? ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ആ സ്ത്രീ അനുഭവിക്കുന്ന വേദന ഒരു മകന്, ഒരു ഭർത്താവിന് എങ്ങനെയാണ് അതൊരു അൺവാണ്ടഡ് പ്രിവിലേജായി പറയാൻ കഴിയുക? ഈ അനീഷ് തന്നെയാണ് അനു നിലത്ത് കിടന്നപ്പോൾ തണുക്കുമെന്ന് പറഞ്ഞ് ബെഡ്ഷീറ്റ് കൊണ്ടുവന്ന് പുതപ്പിച്ചത്. ഓക്കെ, അനീഷ് ചിലപ്പോൾ BB ഹൗസിനുള്ളിൽ ചെന്നപ്പോൾ പുതിയൊരു മനുഷ്യനായി എന്ന് പറയാം. പക്ഷെ ഹൗസിന് പുറത്തിറങ്ങി ആദ്യ ഇന്റർവ്യൂ കൊടുക്കുമ്പോഴും അയാൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഒരാൾക്കും ഒരിക്കലും നിസ്സാരമായി കാണാൻ പറ്റാത്ത ഒന്നാണ് പ്രസവം എന്ന് പറയുന്നത്. അതിനെ ഇത്ര നിസ്സാരമായി കണ്ട് അതിനു സ്ത്രീകൾ അൺവാണ്ടഡ് പ്രിവിലേജ് എടുക്കുന്നു എന്ന് പറഞ്ഞത്.